ഇത് എന്താണെന്നറിയാമോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു കാടാണല്ലോ എന്ന് വിചാരിക്കും അല്ലേ? ഇത് കാടും പടലും ഒക്കെ ആണല്ലോ എന്ന്. എന്നാൽ അല്ല കേട്ടോ. ഇത് പാവലും ഫാഷൻ ഫ്രൂട്ടും പടർന്ന് കിടക്കുന്നതാണ്. കാരണം ആദ്യം ഇത് ഒരു ഫാഷൻ ഫ്രൂട്ടാണ് നട്ടിട്ട് അത് ഒന്ന് നല്ലവണ്ണം പടർന്ന് കയറി. അപ്പോഴാണ് 2-3 പാവൽ വിത്ത് കിട്ടിയത്. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ കുഴിച്ചിട്ടു. പക്ഷേ പാവൽ ഫാഷൻ ഫ്രൂട്ടിനെക്കാട്ടിയും കൂടുതലായിട്ട് വളർന്നു വന്നു. പിന്നെ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടും കൂടെ അങ്ങ് വളർന്ന് കയറട്ടെ എന്ന് വിചാരിച്ചു. ഈ ഫാഷൻ ഫ്രൂട്ട് റെഡാണ് കേട്ടോ. അതിൻ്റെ തണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, റെഡ് ഫാഷൻ ഫ്രൂട്ടാണ്. ഈ പാവലും അങ്ങനെ തന്നെ കേട്ടോ. നല്ലവണ്ണം വീട്ടിൻ്റെ ഗ്രില്ലിലോട്ടൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ അതുങ്ങൾക്ക് പടർന്ന് കയറണമല്ലോ അല്ലേ? 2 പേരും പടരുന്ന സൈസാണ്. അതുകൊണ്ട് 2 പേരും മത്സരിച്ച് പടർന്ന് കയറിക്കൊണ്ടേ ഇരിക്കുവാണ്. ഫാഷൻ ഫ്രൂട്ട് കാച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കാകളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാവലും പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും അവർക്ക് അതിനുള്ള സൗകര്യമില്ല. കാരണം 2 പേരും ഒരുമിച്ച് പടർന്ന് കയറുകയാണ്. പിന്നെ ഫാഷൻ ഫ്രൂട്ട് കുറച്ചുകൂടെ അങ്ങ് മുകളിലോട്ട് അങ്ങ് പടർന്ന് കയറുമ്പോൾ അതിൻ്റെ വള്ളിയിൽ പാവൽ കായ്ക്കുമ്പോൾ അത് തൂങ്ങി ഇങ്ങനെ താഴോട്ട് വരും. ആ ഒരു ആശ്വാസമുണ്ട്. പിന്നെ അതാ കണ്ടോ, വലിയ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പടർത്തിവിട്ടത്. രണ്ട് സൈഡിൽ നട്ടിരുന്നുവെങ്കിൽ നമുക്ക് 2ആയിട്ട് പടർന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് ആ വിത്ത് കുഴിച്ചിട്ടതാണ് പാവലിൻ്റെ. പക്ഷേ അത് നല്ലവണ്ണം പടർന്ന് കയറി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രത്തോളം പടർന്ന് കയറി അത് കാച്ചും തുടങ്ങുമെന്ന് വിചാരിച്ചില്ല. വെറുതെ ജസ്റ്റ് കൊണ്ടുവന്ന് വിത്തിട്ടതാണ് പാവലിൻ്റെ. പിന്നെ എന്തോ ആയിക്കോട്ടെ, പടർന്ന് കയറട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നിറച്ച് കാച്ചിട്ടുണ്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ടും കാച്ചിട്ടുണ്ട്, പാവലും അങ്ങനെ തന്നെ നിറച്ച് പൂവും കുഞ്ഞു കുഞ്ഞ് കാകളും വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വലുതായതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ കാകൾ നല്ല നീളമുള്ള പാവലാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ശരി, ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.